ശരിക്കും അവർ കൈയിട്ട് വാരുകയായിരുന്നു. വാരി അവർ ഒടുവിൽ ചാക്കിൽ കെട്ടി സ്ഥലം വിട്ടു. ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഈസ്റ്റർ വീക്കെൻഡിന് ഇവർ രാത്രിക്ക് രാത്രി അടിച്ചുകൊണ്ടുപോയത് $30 മില്യൺ. അതെ, ഏകദേശം 250 കോടി രൂപ. വാർത്ത പുറത്തു കൊണ്ടുവന്ന ലോസ് ഏഞ്ചൽസ് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടിട്ടും പോലീസോ FBI കമാന്നൊരക്ഷരം മിണ്ടുന്നുമില്ല. ഗ്ലോബൽ ക്യാഷ് മാനേജ്മെന്റ് കമ്പനിയായ ഗാർഡ് വേൾഡിന്റെ ലോസ് ഏഞ്ചൽസിലെ ഉൾഗ്രാമത്തിലുള്ള ഒരു കേന്ദ്രത്തിലാണ് അമേരിക്കയെ നടുക്കിയ ഈ കൊള്ള നടന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കവർച്ച. മുകളിൽ നിന്നും താഴെ നിന്നും എന്തിന് വശങ്ങളിൽ നിന്ന് വരെ നിരീക്ഷണമുള്ള ഒന്നിൽ കൂടുതൽ അലാറം സിസ്റ്റമുള്ള ഈ കേന്ദ്രത്തിൽ നിന്ന് ഇത്രയധികം പണം എങ്ങനെ കൊണ്ടുപോയി? മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളുടെ പ്ലാനിംഗ് ഉണ്ടായിരിക്കുമെന്നാണ് ന്യൂജേഴ്സിയിൽ ഇത്തരം കേസുകളിൽ അന്വേഷണങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള റാൻഡി സട്ടൺ പറയുന്നത്. Over the years they've made a lot of cuts in safety and security. I'm not saying Guarded World, I'm saying many of them. That's dangerous not only for the money involved, it's dangerous for the safety of the people. റാൻഡിയുടെ അഭിപ്രായത്തിൽ സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങളെ ഒക്കെ മറികടക്കുന്നതിനെ കുറിച്ചുള്ള സാങ്കേതിക കാര്യങ്ങളിൽ വളരെ അധികം ഗവേഷണവും അറിവും ഒക്കെ ഇതിന് ആവശ്യമുണ്ട്. US ട്രഷറിയിൽ നിന്ന് കെട്ടുകെട്ടായിട്ട് വരുന്ന നോട്ടുകളായിരുന്നെങ്കിൽ നമ്പർ നോക്കിയെങ്കിലും കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. എന്നാൽ വിപണിയിലും അല്ലാതെയും ഒക്കെ സർക്കുലേറ്റ് ചെയ്ത നോട്ടുകളാകുവാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ട്രേസ് ചെയ്തെടുക്കുവാനും സാധിക്കില്ല. ഗാർഡ് വേൾഡിലെ ഇപ്പോഴത്തെയും മുമ്പുണ്ടായിരുന്ന ജീവനക്കാരെയും ഒക്കെ ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ എന്തെങ്കിലും തുമ്പ് കിട്ടുമായിരിക്കുമെന്നാണ് റാൻഡി പറയുന്നത്. നമുക്കിതൊന്ന് തൂക്കി നോക്കിയാലോ? $1 മില്യൺ 100ന്റെ കെട്ടിന് US ട്രഷറിയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം 10 കിലോ തൂക്കം വരും. 100ന്റെ കെട്ട് മാത്രമല്ലെന്ന് കരുതുക. അതായത് 5, 10, 20 അങ്ങനെ മിക്സ് ചെയ്ത കെട്ടുകൾ 1 മില്യന് ഏകദേശം 250 പൗണ്ട് വരും. അതായത് 115 കിലോ. അപ്പോൾ കവർച്ചക്കാർ കൊണ്ടുപോയ $30 മില്യൺ ഏകദേശം 3400 കിലോ, 3.5 ടൺ. ഇനി ഇത് 100ന്റെ കെട്ട് മാത്രമാണെങ്കിലോ എന്നാലും 660 പൗണ്ട്സ്. അതുകൊണ്ട് തന്നെ ഈ പണം അടിച്ചു മാറ്റിയവർക്ക് അത് കൊണ്ടുപോകാനുള്ള പ്ലാനും കൃത്യതയോടെ ഉണ്ടായിരിക്കുമെന്നാണ് റാൻഡി പറയുന്നത്. ഇത്രയധികം പണം എങ്ങനെ ചെലവഴിക്കാൻ പറ്റും? അതും ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. 2003 സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാഖ് കൊള്ളയടിച്ചതാണ് ഇതുവരെ ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ള. അന്ന് നഷ്ടപ്പെട്ടത് $1 ബില്യന് മുകളിൽ US ആയിരുന്നു. അമേരിക്കയിലാകട്ടെ 1997 ലോസ് ഏഞ്ചൽസിൽ തന്നെ നടന്ന ഡൺബാർ ആംഡ് കമ്പനിയുടെ $19 മില്യൺ കവർച്ചയും. That's a lot of money. How does anybody gain access to a facility like this and walk off with $30 million? Well, I would certainly consider an inside job. എന്നാലും ഇവന്മാരിപ്പോൾ ഇത് എങ്ങനെ അടിച്ചു മാറ്റി? മണി ഹാസ് നോ സ്മെൽ എന്നാണല്ലോ പറയുന്നത്. അതെ, പണത്തിന് മണമില്ല. അല്ലെങ്കിൽ പട്ടിയെ വിട്ടെങ്കിലും തപ്പിയെടുക്കാമായിരുന്നു എന്നാണ് പോലീസ് പോലും പറയുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.